നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ ക്വാളിഫിക്കേഷൻ സെനാരിയോസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ ടീമിൻ്റെയും ക്വാളിഫിക്കേഷൻ സെനാരിയോസിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രമായി നമ്മളൊന്ന് അപഗ്രഥിക്കുകയാണ്. ഓരോ ടീമും നമുക്ക് പോയിൻ്റ് പട്ടിക നിങ്ങൾക്കറിയാം. GTയും RCB ഒന്ന് GT 2 എന്നുള്ള രൂപത്തിൽ നിൽക്കുകയാണ്. SRH 14 പോയിൻറ്റോടെ മൂന്നാമത്, PBKS 11 കളി 13 പോയിൻറ്റോടെ നാലാമത്, CSKക്കും RRനും 12 വീതം പോയിൻറ്റുകൾ, DCക്ക് 10 പോയിൻറ്റ്, KKRന് 9 പോയിൻറ്റ്. മാത്തമാറ്റിക്കലി ഈ 8 ടീമുകളും സ്റ്റിൽ കണ്ടൻറ്റേഴ്സാണ്. അതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മൾ KKRന് സാധ്യതയില്ല, DCക്ക് 0% എന്നൊക്കെ പറഞ്ഞാലും സ്റ്റിൽ ഒരു മിറക്കിളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എല്ലാ വസ്തുതകളും നമ്മൾ നോക്കണമല്ലോ. LSGയും MIയും എന്തായാലും ഇനി പ്രതീക്ഷകളൊന്നുമില്ലാതെ പുറത്തായി കഴിഞ്ഞു. നമുക്ക് നോക്കാം. ആദ്യം RCBയുടെ കാര്യം. RCBക്ക് ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ PBKSനെതിരെ SRHനെതിരെ രണ്ടും എവേ മത്സരങ്ങളാണ്. അവരുടെ ഹോം മത്സരങ്ങൾ അവസാനിച്ചു. റായ്പൂരിലെ 2 കളികളും വിജയിച്ച് അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് 12 കളി 16 പോയിൻറ്റ്. ഇനി എന്താ? ഇനി സൺഡേ PBKSനെ അവർ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് 18 പോയിൻറ്റിലേക്ക് എത്താനും പറ്റും. അവർ പ്ലേ ഓഫ് ഉറപ്പിക്കുകയും ചെയ്യും. അതാണ് RCBയുടെ ഒന്നാമത്തെ സിറ്റുവേഷൻ. PBKSനെതിരെ കളിക്കുന്നു, ജയിക്കുന്നു, 18 പോയിൻ്റ് ആകുന്നു, പ്ലേ ഓഫിലേക്ക് കടക്കുന്നു. ഇനി അതല്ല, PBKSനോട് തോറ്റു എന്ന് വെച്ചോ, ദെൻ അവർക്ക് കാര്യങ്ങൾ SRHനോട് ജയിച്ചാൽ മുന്നോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടാകാം. പക്ഷേ ഈവൻ SRHനോട് തോറ്റാൽ എന്താകും എന്നുള്ള ചോദ്യമുണ്ട്. ജയിച്ചാലും തോറ്റാലും ഒക്കെ നെറ്റ് റൺ റേറ്റ് അവിടെ വർക്കൗട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. PBKSന് 19 പോയിൻറ്റിലേക്ക് എത്താനുള്ള അവസരം അവിടെ ഉണ്ടെന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ അവിടെ നെറ്റ് റൺ റേറ്റിന് വലിയ ഇമ്പോർട്ടൻസ് വരും. ഇനി അതല്ല, 2 കളിയും തോറ്റാലോ? RCB അവരുടെ ശേഷിക്കുന്ന 2 കളിയും തോറ്റാലും സ്റ്റിൽ അവർക്ക് മുന്നോട്ട് പോകാം. അതാണ്. ബട്ട് ദേ വിൽ മോസ്റ്റ് ലൈക്ലി ഡിപ്രൈവ് ദം ഓഫ് എ ടോപ്പ് 2 ഫിനിഷ്. ടോപ്പ് 2 അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ മറ്റ് റിസൾട്ടുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വന്നാൽ 2 കളികൾ പൊട്ടിയാലും RCBക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ 2 കളി പൊട്ടിയാൽ അവർക്ക് ടോപ്പ് 2 നിന്ന് താഴെ ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിലാണ് അവരുള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നത് KKRൻ്റെ കാര്യമാണ്. KKRന് GTക്കെതിരെ ഒരു ഹോം മാച്ചും MIക്കെതിരെ ഒരു ഹോം മാച്ചും DCക്കെതിരെ ഹോം മാച്ചുമാണുള്ളത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. 3 കളിയും അവർക്ക് സ്വന്തം നാട്ടിലാണ്. അപ്പോൾ അവർ നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അവസാനം ഒരു പരാജയം സംഭവിച്ചു. ആദ്യം മോശമായിരുന്ന ടീമേ പിന്നെ തുടരും വിജയങ്ങളിലൂടെ വന്നതാണല്ലോ. ഒടുവിൽ അവരെ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം അവർക്ക് 15 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. അതാണ്. അതായത് നിലവിലിപ്പോൾ അവർക്ക് 9 പോയിൻ്റാണുള്ളത്. ആ 3 കളിയിൽ നിന്ന് മാക്സിമം 6 പോയിൻറ്റ് പിടിച്ചാൽ 15 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. മറ്റു ടീമുകൾക്ക് അവരെ മറികടന്ന് പോകാൻ എളുപ്പമാണ് നിലവിലെ അവസ്ഥയിൽ. പക്ഷേ 13-15 പോയിൻറ്റിലേക്ക് അവരെത്തിയാൽ പോലും അവർക്ക് മറ്റ് റിസൾട്ടുകൾ ഫേവറബിളായിട്ട് വന്നാൽ മുന്നോട്ട് പോകാനുള്ള ഉണ്ടാകാം. അപ്പോൾ അവരുടെ ലാസ്റ്റ് 3 ഫിക്ചേഴ്സ് ഹോം മാച്ചസ് ആണ് എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും സ്റ്റിൽ അലൈവാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോൾ IPLലെ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. തുടരാൻ 5 വിജയങ്ങൾ അവരെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ടോപ്പ് 2-ലാണ്. 12 കളി 16 പോയിൻറ്റ്. ഇനി 2 കളികൾ, ഒന്ന് KKRനെതിരെ അവേ മത്സരം, CSKക്കെതിരെ ഹോം മത്സരം. 2 കളിയിലും അവർ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ ടോപ്പ് 2 സ്പോട്ടിൽ അവരുണ്ടാകും. അതല്ല, CSKയെ അവർ തോൽപ്പിച്ചു, KKRനോട് തോറ്റു, ഇങ്ങനെയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ മറ്റ് ഈ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സ്റ്റിൽ അവർക്ക് പുറത്താവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് മറ്റ് 5 ടീമുകൾക്ക് 18 പോയിൻറ്റ്സിലേക്ക് മെയ് ബി
കടക്കാനുള്ളൊരു സ്ഥിതി ഉണ്ടാവും. അടുത്ത 2 കളി തോറ്റ് 16 അവർ നിന്നാൽ ബാക്കി 5 ടീമുകൾക്കും ഇവിടെ 18 പോയിന്റിലേക്ക് കടക്കാനുള്ള സ്ഥിതി ഉണ്ടെന്ന് നോക്കണം. അതാണ്. ഇപ്പോൾ അവർ 16 പോയിന്റിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇപ്പോഴും മാറാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സോ ദേ ക്യാൻ ഈവൻ ഗോ വിത്ത് 2 ഡിഫീറ്റ്സ്. അതേസമയം നേരെ തിരിച്ചും പറ്റും. 2 കളി അവർ തോറ്റു എന്ന് വെച്ചോ, 2 കളി അവർ തോറ്റു 16 പോയിന്റിൽ നിൽക്കുകയാണ്. എന്നാൽ മറ്റ് റിസൾട്ടുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വന്നാൽ ഈവൻ 16 പോയിന്റുമായിട്ടും അവർക്ക് മുന്നോട്ട് പോകാനും പറ്റും. ഏതായാലും ഇപ്പോൾ നമ്മളെല്ലാ സാധ്യതകളും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതലുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിന്. അടുത്ത SRHൻ്റെ കാര്യമാണ്. SRH 12 കളി 14 പോയിന്റിലാണല്ലോ നിൽക്കുന്നത്. ഇനി 2 കളി ബാക്കിയുണ്ട്. CSKക്കെതിരെ ഒരു അവേ മത്സരവും RCBക്കെതിരെ ഒരു ഹോം മത്സരവും. SRHന് പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ GTക്കെതിരെ അഹമ്മദാബാദിൽ അവർ നേരിട്ട ഒരു വമ്പൻ തോൽവിയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം നെറ്റ് റൺ റേറ്റിന് പോലും വലിയ രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം ഇനി 2 ടഫ് ഗെയിംസ് ആണുള്ളത്. CSKയും RCBയും പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സാണ്. പോസിറ്റീവ്നെസ് എന്താണെന്ന് വെച്ചാൽ ഒരു കളി അവേ മത്സരമാണെങ്കിലും അടുത്ത കളി അവർക്ക് ഹോം മത്സരമാണ്. സ്വന്തം നാട്ടിലൊരു കളി വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ്നെസ് എന്തായാലും അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ 2 കളി അവർ വിജയിക്കുകയാണെങ്കിൽ ദേ ആർ അഷ്വർഡ് ഓഫ് എ പ്ലേ ഓഫ് സ്പോട്ട്. 2ഉം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് കളിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ അതിനായിരിക്കും അവരെന്തായാലും അധികം ശ്രദ്ധിക്കുക. പോസിബിളി ടോപ്പ് 2 ഫിനിഷ് പോലും സാധ്യമാണ് അടുത്ത 2 കളിയും വിജയിച്ചാൽ. അതേസമയം ഈ ടോപ്പ് 2 ഫിനിഷ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ നെറ്റ് റൺ റേറ്റിനനുസരിച്ചിരിക്കും കേട്ടോ. ഗുജറാത്തിനെതിരെയുള്ള വമ്പൻ തോൽവി നെറ്റ് റൺ റേറ്റിന് നല്ല രൂപത്തിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 കളികളിൽ ഒന്ന് മാത്രമാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് CSKക്കെതിരെയുള്ള വിജയമായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. അങ്ങനെ വന്നാൽ CSK അവരെ പോയിന്റിൽ മറികടക്കില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റും. അതായത് RCBയോട് തോറ്റാലും CSKയോട് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവും. CSK അവരെ പോയിന്റിൽ മറികടക്കില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റും. ദെൻ ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ അവർക്ക് 14 പോയിൻ്റാണ്. ഈ 14 പോയിൻ്റ് വെച്ചും വേണമെങ്കിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാം. പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ പല റിസൾട്ടുകളും അവർക്ക് ഫേവറബിളായിട്ട് വരികയും ഈ പരാജയപ്പെട്ടാൽ പോലും അധികം നെറ്റ് റൺ റേറ്റിന് ഡാമേജ് ഉണ്ടാക്കാത്ത രൂപത്തിലാവുകയും വേണം. അത് ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ്. സോ എല്ലാ സാധ്യതകളും അവരുടെ കാര്യത്തിൽ വൈഡ് ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട് എന്നർത്ഥം. എന്തിനും സാധ്യതയുണ്ട്. അടുത്ത നോക്കേണ്ടത് പഞ്ചാബ് കിങ്സിൻ്റെ കാര്യമാണ്. കുതിച്ചു പാഞ്ഞ പഞ്ചാബ് കിങ്സ് തുടരെ 4 കളികൾ പൊട്ടി നിൽപ്പാണല്ലോ. 11 കളി 13 പോയിൻ്റ്, ഇപ്പോൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ GT, RCB, SRH ഈ ടീമുകൾ അവരുടെ മത്സരങ്ങളൊക്കെ വിജയിക്കുക എന്ന് വെച്ചോ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുന്നിലുള്ള ടീമാണ് SRH, GT, RCB. അവരവരുടെ മത്സരങ്ങളൊക്കെ വിജയിക്കുക എന്ന് വെച്ചോ. അങ്ങനെ സംഭവിച്ചാൽ പുറകിലുള്ള ടീമുകൾ അവരെ മറികടക്കുന്നത് ഒഴിവായി കിട്ടും. അങ്ങനെ വന്നാൽ 13 പോയിൻ്റ് വെച്ചിട്ടും ദേ ക്യാൻ സ്റ്റിൽ ഗോ ത്രൂ. അതാണ് ഇത്. എല്ലാ സെനാരിയോസും ഇവിടെ ഓപ്പൺ ആണെന്ന് പറയുന്നത്. അതേസമയം അവർക്കിനി 3 കളികളുണ്ട്. MIക്കെതിരെ, RCBക്കെതിരെ, LSTക്കെതിരെ. ഈ ഓൾ 3 മാച്ചസ് അവർ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 19 പോയിൻറ്റ്സിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ടോപ്പ് 2 ഫിനിഷ് പോലും സാധ്യവുമാണ്. ഒരു ഗെയിം അവർ തോക്കുകയാണെങ്കിൽ മറ്റ് 5 ടീമുകൾക്ക് വേണമെങ്കിൽ 18 പോയിൻറ്റോ അതിലധികമോ നേടി അവരെ പിന്തള്ളാനും പറ്റും. പുറത്താവാനുള്ള സാധ്യതയുമുണ്ട്. ഏറ്റവും ബെസ്റ്റ് സെനാരിയോ അവർക്ക് അവരുടെ കളികളൊക്കെ വിജയിക്കുക എന്നുള്ളതാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അടുത്ത്. CSKയുടെ കാര്യം എന്താണ്? CSK എന്ന് പറഞ്ഞാൽ 11 കളി 12 പോയിൻ്റ് 5ാം സ്ഥാനത്താണ്. ഇതുവരെ ടോപ്പ് 4ലേക്ക് എത്തിയിട്ടില്ല. റിമൈനിങ് ഫിക്സ്റ്റേഴ്സ് LSTക്കെതിരെ അവേ മാച്ച്, SRHനെതിരെ ഹോം മാച്ച്, GTക്കെതിരെ അവേ മാച്ച്. അപ്പോൾ 12 പോയിൻറ്റിലാണ് അവർ നിൽക്കുന്നത്. ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ടോപ്പ് 4 ആണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തൊരു വിജയം അവർക്ക് ടോപ്പ് 4ലേക്ക് സീസണിൽ ആദ്യമായിട്ട് എത്താനുള്ളൊരു സാധ്യത ഉണ്ടാക്കും. അവരുടെ ബാക്കിയുള്ള 3 മത്സരങ്ങൾ അവർ വിജയിച്ചാൽ 18 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്റ്റിൽ 18 പോയിൻറ്റിലേക്ക് എത്താൻ മറ്റ് 4 ടീമുകൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് റിസൾട്ടുകൾ ഇപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് വരണം. അവരുടെ റിസൾട്ടും പോസിറ്റീവ് ആക്കണം, മറ്റ് റിസൾട്ടുകൾ അനുകൂലമായിട്ട് വരണം. അതേസമയം നേരെ ഓപ്പോസിറ്റും ഉണ്ട്. ദേ ക്യാൻ ഈവൻ ക്വാളിഫൈ വിത്ത് 16 or 14 പോയിൻറ്റ്സ്. 3 കളിയും വിജയിക്കണ്ട,
ഒരു കളി ജയിച്ച് 14 പോയിൻറ്റോ 2 കളി ജയിച്ച് 16 പോയിൻറ്റിലേക്ക് എത്തിയാൽ പോലും അവർക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അതിന് ദാറ്റ് വിൽ നീഡ് മെനി അതർ റിസൾട്ട് ടു അലൈൻ ഇൻ ദെയർ ഫേവർ. മറ്റു പല റിസൾട്ടുകളും അവർക്ക് അനുകൂലമായിട്ട് സംഭവിക്കണം. സോ CSKയുടെ കാര്യം എല്ലാ സാധ്യതകളും തുറന്നിടുന്ന ഒരു സെനാരിയോ ആണ്. ജയിച്ചാൽ മാത്രം പോരാ, ചിലപ്പോൾ എല്ലാ കളി ജയിച്ചാലും പുറത്താവാം, അല്ലെങ്കിൽ ഒരു കളി പൊട്ടിയാലും മുന്നോട്ട് പോകാമെന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ 2 സാധ്യതകളും അവിടെ തുറന്നിരിപ്പാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യമാണ് അടുത്തത്. രാജസ്ഥാൻ റോയൽസ് 11 കളി 12 പോയിൻറ്റ് 6ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ടോപ്പ് 4ൽ നിന്ന് അവർ വളരെ ക്രൂഷ്യലായ സമയത്ത് താഴേക്ക് ഇറങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പം മെയ് 2 മുതൽ ഒരേ ഒരു കളിയാണ് അവർ കളിച്ചത്. അപ്പം മറ്റ് പല റിസൾട്ടുകൾ കൂടി നോക്കേണ്ടി വരും അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. അവരുടെ അടുത്ത 3 മത്സരങ്ങൾ DCക്കെതിരെ, LSGക്കെതിരെ, MIക്കെതിരെ. ഈ മത്സരങ്ങളിൽ അവർ വിജയിക്കുകയാണെങ്കിൽ, 3 മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്യാനുള്ളൊരു പൊസിഷനിലേക്ക് അവരെത്തും. കാരണം ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടം 4ലുള്ള ടീമുകൾക്കെതിരെയാണ് അവരുടെ 3 കളികളും വരുന്നത്. അപ്പോൾ അവർ ആ കളികളൊക്കെ ജയിച്ചാലും ടോപ്പിൽ അവരെക്കാൾ മുന്നിൽ നിൽക്കുന്ന ടീമുകളുടെ പോയിൻ്റ് അവിടെ തടയപ്പെടാൻ പറ്റില്ല. അപ്പോൾ 2 സാധ്യതയുണ്ട്. ദേ കുഡ് സ്റ്റിൽ ബി നോക്ക്ഡ് ഔട്ട് വിത്ത് 3 വിൻസ്. 3 കളി ജയിച്ചാൽ അവർ മുന്നോട്ട് പോവാം. അതേസമയം 3 കളി ജയിച്ചാലും അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് മറ്റ് കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെ അവർക്കിനി കളി വരുന്നില്ല എന്നുള്ളതാണ്. അതൊരു വലിയ പണി കിട്ടുന്ന ഒരവസ്ഥയാണ്. അടുത്ത ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അവസ്ഥയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. DCക്ക് 12 കളി 10 പോയിൻ്റാണ്, ഓൾമോസ്റ്റ് 0 ചാൻസ് എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ മാത്തമാറ്റിക്കലി സാധ്യതകൾ അവൈലബിൾ ആണ്. അതിന് പലതും സംഭവിക്കണം. ഇനിയിപ്പോൾ 2 കളികൾ RRനെതിരെയും KKRനെതിരെയും. RRനെതിരെ ഹോം മത്സരം, KKRനെതിരെ അവേ മത്സരം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ധരംശാലയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു മസ്റ്റ് വിൻ ടെറിട്ടറിയിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. ധരംശാലയിലെ ആ ഒരു വിജയമാണ് അവരെ ഇങ്ങനെ പോസിറ്റീവായിട്ട് അവർക്ക് സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ കളികളെല്ലാം വിജയിക്കണം. അവരുടെ ബെസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള 2 മത്സരങ്ങളും വിജയിച്ച് 14 പോയിൻറ്റിലേക്ക് എത്തി GT, RCB, SRH ടീമുകൾ അവരവരുടെ മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്യുക. അപ്പോൾ അവരവരുടെ എല്ലാ മത്സരം വിജയിച്ചാൽ ഈ 14 പോയിൻറ്റ്സിനെ മറികടക്കാൻ മറ്റു ടീമുകൾക്ക് കഴിയാതെ വന്നെങ്കിൽ മാത്രം DC ക്യാൻ ക്വാളിഫൈ. പക്ഷേ അപ്പോഴും നെറ്റ് റൺ റേറ്റ് എന്നുള്ളത് പിക്ചറിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് നെറ്റ് റൺ റേറ്റ് ആണ് ഇപ്പോൾ കോമ്പറ്റീഷനിലുള്ളത്, -0.993. സോ സംതിങ് ദാറ്റ് വിൽ പുൾ ദം ഡൗൺ ഇൻ കേസ് ഓഫ് എ ടൈ ഓൺ 14 പോയിൻറ്റ്സ് വിത്ത് അതർ കണ്ടൻറ്റേഴ്സ്. മറ്റ് ടീമുകൾ 14 പോയിൻറ്റിൽ അവരുമായിട്ട് ടൈ ആയി നിന്നാൽ പോലും ഈ ഹെവി നെറ്റ് റൺ റേറ്റ് നെഗറ്റീവ് ഉള്ളത് അവർക്ക് തിരിച്ചടിയാവാൻ സാധ്യത. അപ്പോൾ അവരുടെ സാധ്യത ഓൾമോസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ മാത്തമാറ്റിക്കലി നമുക്കിങ്ങനെ കാൽക്കുലേറ്ററും പിടിച്ചിരിക്കാമെന്നർത്ഥം. അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സുള്ള ഓരോ ടീമിൻ്റെയും നിലവിലെ സാഹചര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.